ഗൈസ്, നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഗോളായിരിക്കും നമുക്ക് ഒരു സൂപ്പർ സ്മെൽറ്റർ വേണം. കാരണം ഗൈസ്, എനിക്കിനി ഉള്ള മിക്ക വീഡിയോസിനും ഒരുപാട് കാര്യങ്ങൾ സ്മെൽറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു സൂപ്പർ സ്മെൽറ്റർ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഭയങ്കര വലിയൊരു സൂപ്പർ സ്മെൽറ്റർ ആയിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിൻ്റെ ഉണ്ടാക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജ് ബ്രീഡറിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും. കാരണം എനിക്ക് എപ്പോഴും നമ്മുടെ മൗണ്ടൈനിൽ നിന്ന് ആ അറ്റത്തു നിന്ന് ഇവിടം വരെ വരാനായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സൂപ്പർ സ്മെൽറ്ററിൽ സാധനങ്ങളിൽ ഇടാലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും. പിന്നെ നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യണം. അപ്പോൾ റിസോഴ്സ് കളക്ട് ചെയ്യാനുള്ള ഏറ്റവും പാടായിട്ടുള്ള റിസോഴ്സ് നമ്മുടെ ഹോപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോപ്പർ നമുക്ക് നമ്മുടെ അയൺ ഫാമിൽ നിന്ന് തന്നെ കിട്ടിക്കോളൂല്ലോ. അയൺ ഫാമിൽ നിന്ന് നിറച്ച് അയൺ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ 2 സ്റ്റാക്ക് അയൺ ഉണ്ട്. നമുക്ക് അയൺ ഫാമിൽ നിന്ന് കിട്ടിയതാണ്. 2 സ്റ്റാക്ക് 5 അയൺ എങ്ങാണ്ട് ഉണ്ട്. നമുക്ക് ഈ അയൺ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഹോപ്പർ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഹോപ്പർ എന്ന് വെച്ചാൽ ഒരു സ്റ്റാക്ക് ഹോപ്പറെങ്കിലും വേണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട അടുത്ത എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫർണസാണ്. ഫർണസ് നമുക്ക് ഏകദേശം 24 ഫർണസ് വേണ്ട വരും. അത് കഴിഞ്ഞ് നമുക്ക് 2 മൈൻകാട്ട് വേണ്ട വരും. മൈൻകാട്ട് വിത്ത് ചെസ്റ്റ് ആണെന്ന് തോന്നണം. 2 മൈൻകാട്ട് വിത്ത് ചെസ്റ്റ് വേണ്ട വരും. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി റെയിൽസ് വേണ്ട വരും. പവർ ഡ്രിൽസും വേണ്ട വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഫീൽഡിങ് ബ്ലോക്സ് വേണ്ട വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 4 ചെസ്റ്റ് വേണ്ട വരും. അപ്പോൾ നമുക്ക് അതൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ എനിക്ക് നല്ല ഫ്ലാറ്റ് ഏരിയ, നല്ലതായിട്ടുള്ള ഫ്ലാറ്റ് ഏരിയ വേണം. അപ്പോൾ ഈ ഏരിയ ഇത്രക്കും ഫ്ലാറ്റ് അല്ല. കാരണം ഞാൻ കണ്ട ഡിസൈനിൽ ഈ ഏരിയ എന്നുവെച്ചൊരു നല്ല ഫ്ലാറ്റായ ഏരിയ വേണം. ഇങ്ങനത്തെ ഏരിയയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ മാറ്റേണ്ടി വരും. എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ലൊക്കേഷൻ വയ്ക്കുകയാണെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് പ്രശ്നമാകും ഗൈസ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ ഏകദേശം 30 ബ്ലോക്ക് വിടുത്തുണ്ട്. നമുക്കപ്പോൾ ആ സൈഡിൽ നമ്മുടെ വില്ലേജ് ബ്രീഡർ, ഇവിടെ സ്പെൽറ്റർ, അവിടെ അയൺ ഫാം, അപ്പോൾ സെറ്റായില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് നമ്മുടെ കയ്യിൽ അയൺ ഉണ്ട്. ഹോപ്പർ ഉണ്ടാക്കാനുള്ള അയൺ ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ വുഡില്ല. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പോയിട്ട് വുഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ വീട്ടിലത്തെ ചെസ്റ്റിൽ ഇച്ചിരി വുഡ് എടുപ്പുണ്ട്. അതും വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ചെസ്റ്റ് ഉണ്ടാക്കാം. ആ ചെസ്റ്റും വെച്ചിട്ട് ഹോപ്പർ ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാം. നമുക്ക് ഹോപ്പറിന് അടിച്ചെടുക്കാം. ഹോപ്പർ റെഡി. 26 ഹോപ്പറാ ഗൈസ്. എനിക്ക് അത്രയുള്ള അയനുള്ളൂ ഗൈസ്. ഇനിയും നമുക്ക് AFK ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ഗൈസ് അതൊക്കെ ഒപ്പിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അയൺ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി അയൺ ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഹോപ്പറായിട്ട് കാണാം. കാരണം ഹോപ്പർ കിട്ടാൻ ഇച്ചിരി പാടാന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. പാടാന്ന് ഇന്നലെ പറയണേ, ഈസിയാണ് ഹോപ്പർ കിട്ടാൻ. ഞാൻ വേഗം പോയി ബാക്കി അയൺ ഒപ്പിച്ചിട്ട് കാണാം. ഇച്ചിരി നേരം കൂടി AFK നിന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അയൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇച്ചിരി നേരം കൂടി നിന്നപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയത്. ഞാൻ ഇത് വന്നിട്ട് എനിക്ക് ഇത്രയും സ്റ്റാക്ക് കിട്ടി. ഒരു 3-4 സ്റ്റാക്ക് കിട്ടി ഗൈസ്. ഇവിടെ നിന്ന് എല്ലാം അയൺ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെസ്റ്റും വെച്ചിട്ട് ഹോപ്പർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എനിക്കിനി ആവശ്യത്തിന് 25 ഹോപ്പർ ഉണ്ട്. അപ്പോൾ എനിക്ക് 40 ഹോപ്പർ ആകുമ്പോൾ എങ്ങാണ്ട് നിർത്തണം. അല്ല, മറ്റേ നമ്മുടെ 63 ഹോപ്പർ ആകുമ്പോൾ എങ്ങാണ്ട് നിർത്തണം. ഈ ചെസ്റ്റും വെച്ച് മുഴുവൻ ഹോപ്പർ ഉണ്ടാക്കണമെന്ന് തോന്നണം. എത്ര ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അയൺ വേസ്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ AFK കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും കൂടി ഹോപ്പർ മതി. ഇപ്പോൾ 60 ഹോപ്പറായി. എനിക്ക് ഇച്ചിരി കൂടി ഹോപ്പർ വേണമെന്ന് തോന്നണം. 60 ഹോപ്പർ ഇനഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 ഹോപ്പർ മിക്കവാറും ഇനഫ് ആവില്ല. എനിക്കൊരു 63, ഒരു 64, ഒരു സ്റ്റാക്ക് എന്തായാലും കൈ പിടിച്ച് വെച്ചേക്കാൻ ആവശ്യം വരും. അപ്പോൾ ഞാൻ 4 ഹോപ്പറും കൂടി വേണം. അപ്പോൾ ഇച്ചിരി കൂടി ഞാൻ മരം വെട്ടിയിട്ട് ഒരു 4 ചെസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് 4 ഹോപ്പറും കൂടി ഉണ്ടാക്കിയിട്ട് കാണാം. ഗൈസിക്ക് ആവശ്യമുള്ള ഞാൻ ഒരു സ്റ്റാക്ക് ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ബാക്കി ഒരു ഹോപ്പറും കൂടി വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയതാണ്. ഒരു ദിവസത്തിന് നമുക്ക് ഇനി വേറെ ഫാമിന് ആവശ്യം വരാണെങ്കിൽ അത് ഉപയോഗിച്ചോളാം.
ഇനിയിപ്പോൾ നമുക്ക് ഹോപ്പറിനെ കുറിച്ച് പേടിക്കണ്ടല്ലോ, അയൺ ഫാം ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഇനി ബാക്കിയാണ് നമുക്ക് ജസ്റ്റ് ഇതിനെ കൊണ്ടുപോയി വെക്കുക. എനിക്കിനിപ്പോൾ ബാക്കിയാണ് വേണ്ട, ഒരാവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ചെന്നിട്ട് ഇത് കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ഈ അയൺ ഫാം ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഒരു ചെറിയ സ്ട്രിങ് ഫാമും കൂടി ആയി. കാരണം ഈ ക്യാറ്റ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ ചാടും, അപ്പോൾ ചാവും. ഇപ്പോൾ ക്യാറ്റ് സ്ട്രിങ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എനിക്കൊരു ബോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ നിന്നുള്ള സ്ട്രിങ് എടുത്താലും മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫാമിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. എനിക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ 24 ഫർണസ് വേണ്ട വരും. 24 ഫർണസ്. അപ്പോൾ എനിക്ക് 24 ഫർണസിന് വേണ്ടി ഒരുപാട് സ്റ്റോൺ വേണ്ട വരും. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള സ്റ്റോൺ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 2-3 സ്റ്റാക്ക് എന്തായാലും സ്റ്റോൺ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ എനിക്ക് അയൺ പിക്കേഴ്സ് ഉള്ളതെല്ലാം പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സ്റ്റോൺ കളക്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയതല്ലാതെ ഇത് ഞാൻ സത്യം പറയാം. ഞാനിപ്പോൾ ഇതിൽ കൂടെ വെറുതെ സ്റ്റോൺ മൈൻ ചെയ്തതാണ്. ഇവിടെ വെറുതെ സ്റ്റോൺ മൈൻ ചെയ്തപ്പോൾ ഇവിടെ അടുത്ത എമറാൾഡ് എൻ്റെ പൊന്ന് ഗൈസ്. ഇങ്ങനെ ലക്ക് ഞാൻ പറയല്ല. ഞാൻ ആ ടണൽ മൈൻ ചെയ്തപ്പോൾ ഒരെണ്ണം കിട്ടി. പിന്നെ കേവി പോയപ്പോൾ 2 കിട്ടി. ഇപ്പോൾ അടുത്തൊരു 3, പിന്നെ അടുത്ത ഒരെണ്ണം കൂടി കിട്ടി. ഇപ്പോൾ അങ്ങോട്ട് 4ാമത്തെ സാധനം കിട്ടണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി സിൽക്ക് വെച്ചിട്ടുമ്പോൾ എല്ലാം ഞാൻ എടുക്കും. അപ്പോൾ ഇതിലാട്ടെ ഞാൻ പിന്നെ സ്റ്റോൺ മൈനിങ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. എനിക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 26 ഉണ്ടാക്കി, 24 പകരം ആവശ്യത്തിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ബിൽഡിംഗ് ബ്ലോക്സ് വേണം, സ്റ്റോൺ ബ്രിക്സ്. അത് ഞാൻ ഒപ്പിച്ചിട്ട് കാണാം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി റെയിൽസ് വേണം. റെയിൽസ് വീട്ടിൽ ചെസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എടുത്തിട്ട് പിന്നെ നമുക്ക് എല്ലാ റിസോഴ്സും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ റിസോഴ്സും എടുത്തിട്ട് കാണാം. എന്നിട്ട് ഞാൻ ബിൽഡ് ചെയ്യാം ഗൈസ്. നിങ്ങളിത് പറഞ്ഞോന്നറിയില്ല, ഞാൻ ഈ ഫാമിൽ ഓട്ടോമാറ്റിക് ഇത് 3 നിലയാക്കി. ഒരു നിലയും കൂടി കൂട്ടി ഞാൻ. കാരണം എനിക്ക് വീട്ടിന് വേണ്ടി ഒരു വേറെ നില വേണമായിരുന്നു. ഇനിയുണ്ടെന്ന് തോന്നണ സാധനങ്ങൾ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് കയറി വന്നോളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി ഹോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങാനും സാധനങ്ങൾ അറിയാണ്ട് അൺഹോയായി പോവുകയാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പിന്നെ ഓട്ടോമാറ്റിക് ഫാം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ പൊട്ടാറ്റോ എല്ലാം ഇങ്ങനെ കയറി വരും. ഇനി ഉണ്ടെന്ന് തോന്നണം ഇതിനകത്ത്. ഇവിടെ നിന്ന് എടുത്താൽ മതി. കഷ്ടപ്പെടുന്നതിനാണ്, വെയിറ്റ് ചെയ്യണമെന്തിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 വീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുകളിൽ വീറ്റ് ഇട്ടേക്കണതാണ്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഗെയിമിൽ എൻ്റെ കയ്യിൽ ഫുഡില്ല. അപ്പോൾ ഞാൻ ഫുഡ് വേണം എനിക്ക്. അപ്പോൾ ഞാൻ ഫുഡിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സാധനം എടുത്തത്. ഇതെല്ലാം വളർന്നിട്ടില്ലെങ്കിലും എനിക്ക് ഇച്ചിരി ഇങ്ങനെ വളർന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡിനായിട്ട് നമുക്ക് ഈ സാധനം എടുക്കാം. അപ്പോൾ ഗൈസ് ഇതെല്ലാം നട്ടിട്ട് ഞാൻ ബാക്കി ഈ പൊട്ടാറ്റോയും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി എല്ലാ റിസോഴ്സും കൂടി എടുത്തിട്ട് കാണാം. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉള്ള കബിൾ സ്റ്റോൺ വെച്ചിട്ട് സ്റ്റോൺ ആക്കിയിട്ട് അത് സ്റ്റോൺ ബ്രിക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കൈ പിടിച്ചേക്കാം, ഇത് ആവശ്യം വരും. അപ്പോൾ അത് ഉണ്ട്. ഞാൻ പിന്നെ എൻ്റെ പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൈൻകാട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഹോപ്പർ എടുത്തിട്ടുണ്ട്, ഫർണസ് എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ റെയിലാണ്. എനിക്ക് റെയിലെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഞാൻ ടെസ്റ്റ് നോക്കിയിട്ട് റെയിൽ കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം എനിക്ക് ഓർമ്മയുള്ള പോലെ ഞാൻ ആ അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു ചെസ്റ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ചെസ്റ്റിൽ എടുക്കിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ സാധനമൊക്കെ തുറന്നിട്ട് നമുക്ക് നേരെ അപ്പുറ സൈഡിലോട്ട് പോവാം. അപ്പോൾ അപ്പുറ സൈഡിലെടുത്തിട്ട് കാണാം ഗൈസ്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിലൊരു ക്രീപ്പർ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ആ ചെസ്റ്റിലാണ് കണ്ട, നമ്മളത് അറ്റത്തൊരു ചെസ്റ്റ് ഉണ്ട്, അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ആ ചെസ്റ്റിലാണ് എൻ്റെ റെയിൽ കിടപ്പണേ. അപ്പോൾ ഇവിടെ ഈ ക്രീപ്പറിനെ കൊല്ലാണെങ്കിലാണ് എനിക്ക് ആ റെയിൽ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ സാധനം പൊട്ടും ഗൈസ്. വേറൊരു എൻഡർമാൻ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്.
അവനെ കൂടി കൊന്നിട്ട് കാണാം ഗൈസ്. ഇവനെയൊക്കെ കൊല്ലാൻ ഇച്ചിരി പണിയായിരിക്കും. ഇവനിക്കൊക്കെ ഇത്രയും നാള് ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇവൻ വെറും ഒരു എൻഡർമാനല്ലേ. അവനെ കൊന്നോളാം, സുഖം. ഇവനെ കൊന്നിട്ടും കൂടി കാണാം ഗൈസ്. എനിക്ക് ആവശ്യമുള്ള ആ റെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടെന്ന് തോന്നണേ. അപ്പോൾ ഞാൻ ഇച്ചിരി നല്ല സ്ഥലത്ത് പോകട്ടെ. എനിക്കൊരു ഇച്ചിരി നല്ല സ്ഥലത്ത് എത്തണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഏറ്റവും ഞാനവിടെ ഒരു ബെഡ് വെച്ചായിരുന്നു. എന്തിനാണ് ഞാൻ ബെഡ് വെച്ചേക്കുന്നത് അറിയാണ്ട് വെച്ചു ഇതാണ്. നമുക്ക് ഈ ബെഡ് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവുക. ഞാൻ സോളോട് ചൂടും പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയ്ക്കും ഞാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മളൊരു ചെസ്റ്റ് വയ്ക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഈ പറയണ ഈ സൂപ്പർ സ്മെൽറ്റർ ഞാൻ നമ്മുടെ കഴിഞ്ഞ ഫാമിൽ നോക്കിയ പോലെ ഞാൻ FMC എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ഫാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേൾഡിൽ ആ പുള്ളിയുടെ വീഡിയോ ഉണ്ടാൽ മതി. FMCയുടെ വലിയൊരു സൂപ്പർ സ്മെൽറ്ററാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഇച്ചിരി നേരം എടുക്കും ഉണ്ടാക്കാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ഒരു 24 ഹോപ്പർ ഇങ്ങോട്ടേക്ക് പോകേണ്ടി വരും. 1 2 3 4 5 ഹോപ്പറായി. ഇപ്പോൾ 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ ഗൈസ് ഇത്രയും വലുതായിരിക്കും നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ. ഇനി ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിലും നമ്മളൊരു ഫർണസ് വെക്കണം. അപ്പോൾ ഫർണസ് അതിനാണ് ഞാൻ വെക്കണം. ഇപ്പോൾ ഫർണസാണല്ലോ മെയിൻ സാധനം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ ഫർണസ് വയ്ക്കുക. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ ഈ 24 ഫർണാസ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഞാൻ വേറെ ഹോപ്പർ വയ്ക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇനി നമ്മുടെ കയ്യിൽ ഹോപ്പർ ഉണ്ടല്ലോ, ഈ ഹോപ്പർ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഫർണസിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഹോപ്പർ വയ്ക്കണം. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഈ ഞാൻ പറയണത് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ FMC എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, ആ പുള്ളിയുടെ നോക്കി ചെയ്താൽ മതി. ആ ട്യൂട്ടോറിയൽ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇച്ചിരി കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ നമുക്ക് ഇങ്ങനെ കൂടി ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൂടി ചെയ്താൽ നമ്മുടെ ഇത് കഴിഞ്ഞ് നോക്കിയിട്ട് മുകളിൽ കൂടെയും കൂടി ചെയ്താൽ മതി. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലേ, ഈ സാധനത്തിൻ്റെ ഞാൻ കുന്നെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് 2 എണ്ണം വെക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യണം. നമ്മളിങ്ങനെ 2 ബ്ലോക്ക് ഹൈ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ 2 സ്റ്റേഴ്സ് വെക്കണം. അപ്പോൾ ഞാൻ സ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ ഭാഗ്യത്തിന് ഞാൻ ഇത് കൊണ്ടുണ്ട്. നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കാം. 2 സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെയർ ഇങ്ങനെ വെക്കണം. നമുക്ക് ഈ സാധനം തുറക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഈ സ്ഥലം സെറ്റായില്ല. അപ്പോൾ നമുക്ക് സെറ്റായതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ സ്റ്റോൺ ബ്രിക്ക് പോലത്തെ എന്തോ സാധനം എടുക്കണമല്ലോ. ഇനി നമ്മൾ ഈ ഇതെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് മുകളിലേക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു ലിവർ വെക്കണം. നമുക്ക് ലിവർ വയ്ക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ല. സ്റ്റിക്ക് എടുക്കണം. ഇതുകൊണ്ട് പൊട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ലിവർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ലിവറിന് നെക്കുകയും വലിക്കുകയും ചെയ്യുന്നതനുസരിച്ചാണ് ഈ സാധനം ഓണും ഓഫ് ആവണേ. നമുക്ക്
വയ്ക്കാം. ഇവിടെ ഒരു ലിവർ വയ്ക്കുക, ഈ നടുക്കൊരു ലിവർ വയ്ക്കണം. ഇപ്പോൾ എല്ലാം സെറ്റായില്ല, നമുക്ക് ഓണാക്കി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്തോ ചെയ്യണമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൊക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അതിനും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, ഇപ്പോൾ രാത്രിയാവും. അപ്പോൾ ഞാൻ എന്താ രാത്രി ആവാത്ത? അപ്പോൾ ഈ ഞാൻ രാത്രിയായി. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ ഹോപ്പർ ഇതിൻ്റെ മുകളിലടുത്ത് ഇങ്ങനെ വയ്ക്കണം. മുകളിൽ കൂടെ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഞാൻ ഈ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്നതിനേക്കാളും മുമ്പ് ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ സജസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഈ സെൻറ്റേയുള്ള ഹോപ്പർ തീർന്നു. എനിക്ക് ഇനി അയണുണ്ട് എൻ്റെ അയൺ ഫാമിൽ. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടും വരാം. സെൻറ്റയിൽ ചെറിയ പ്രശ്നമുണ്ട്. എനിക്കിവിടെ സാധാരണ ഹോപ്പറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അയൺ ഉണ്ടാവാറില്ല. ഈ പ്രാവശ്യം എനിക്ക് ചെസ്റ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ചെസ്റ്റും കൂടി ഒപ്പിക്കണം. ഗൈസ് എനിക്ക് ഒരു ഹോപ്പറും കൂടി മതി. ഒരു ചെസ്റ്റ് കൂടി ഉണ്ടാക്കുക, എന്നിട്ട് ആ ഹോപ്പറും കൂടി വയ്ക്കുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കാണാം. ഗൈസ് ഞാൻ ഹോപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ അതുപോലെ ആക്കണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എനിക്കിങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് 2 ബ്ലോക്ക് ഹൈ ആക്കണം. എന്നിട്ട് ഇതെങ്ങാണ്ട് ഒരു ബ്ലോക്ക് ഹൈ ആക്കിയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇതിങ്ങനെയാണ് ഇരിക്കേണ്ടത്. എനിക്ക് അത്രേ അറിയുള്ളൂ ഇതെങ്ങനെ ഇരിക്കേണ്ടത്. ഇതിങ്ങനെ കണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കി റെയിൽസ് വയ്ക്കാൻ തുടങ്ങാം. ഇത് ബേസിക്കലി ഇങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം എന്തിനാണ് വിചാരിച്ചേക്കണേ. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് സെറ്റായി. ഇതിങ്ങനെ ആയിരിക്കേണ്ടത്. ഇതിപ്പോൾ സെറ്റായില്ല. അപ്പോൾ ഇനി നമുക്ക് റെയിൽസും കൂടി വയ്ക്കുക. എൻ്റെ റെയിൽസ് ഉണ്ടെന്ന് അങ്ങനെ. ഓക്കെ, റെയിൽസ് 3 പവർ റെയിൽസ്. പക്ഷേ എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമാട്ടെ, ഞാൻ ഇനിയും പവർ റെയിൽസ് ഉണ്ടാക്കേണ്ടി വരുമെന്ന് അങ്ങനെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇങ്ങനെയൊക്കെ. ഓക്കെ, ഈ ലിവറായിട്ട് സാധനം കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ആ ഒരു പവർ റെയിൽ അവിടെ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പവർ റെയിൽ ഇരിക്കണം. ഇതെന്ത് സാധനം? എന്താണ് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഒരു റെയിൽ വയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു റെയിൽ വയ്ക്കും. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കണക്റ്റ് ആവണേ? ഉണ്ട്. ഇനി ഇവിടെ ഇരിക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകണം. ഇതിൻ്റെ 1 2 3 4 5 6 7 8. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് റെഡ് സ്റ്റോൺ ടോർച്ച് എങ്ങാണ്ട് വയ്ക്കണം. അപ്പോൾ അതെടുക്കണം. നമുക്ക് റെഡ് സ്റ്റോൺ എടുത്തിട്ടും വരാം. ഞാൻ റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. പോയി പിന്നെ ഇച്ചിരി റെഡ് സ്റ്റോൺ ടോർച്ച് എടുത്തിട്ടും വന്നു. പിന്നെ ഞാൻ ഇച്ചിരി കൂടി പവർ റെയിൽസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇച്ചിരി മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണതിൽ. അപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നൊക്കെ ചെയ്യണ്ട. നിങ്ങൾ വണ്ണപ്പ് എംസി എന്ന് പറഞ്ഞ യൂട്യൂബറൊക്കെ ചെയ്താൽ മതി. ഞാൻ ആ പുള്ളിയെ നോക്കി ചെയ്യണേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ ഇച്ചിരി കറക്ഷൻസ് വരുത്തിയിട്ട് എല്ലാ പവർ റെയിൽസും പവർ വരുന്നുണ്ട് റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചിട്ട്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇത് ഇച്ചിരി പാടായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സെയിം തന്നെ മുകളിലേക്കൂടെ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പവർ റെയിൽ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെയിം ഓർഡർ നമ്മുടെ ഈ താഴെ വച്ചേക്കണ സെയിം ഓർഡർ നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചുകൊണ്ട് പോകണം. എന്നിട്ട് നമ്മളിവിടെ പവർ റെയിൽ എത്തുമ്പോൾ ഒരെണ്ണം വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ വച്ചുകൊണ്ട് പോകണം. ഇതിങ്ങനെ വെച്ചിട്ട്
ഇവിടെ നമ്മുടെ ഇതായിട്ടുണ്ട്. നമുക്കിവിടെ പവർ ഡ്രിൽ വയ്ക്കാം. ഉണ്ട് ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ 2 പവർ ഡ്രിൽ അങ്ങോട്ട് വയ്ക്കണമെന്ന് തോന്നണേ. ഓക്കെ, ഇവിടെ 2 പവർ ഡ്രിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗീസ്, ഞാൻ നേരത്തെ പൊട്ടിച്ചപ്പോൾ ഇവിടെ ഏതോ ഒരു ഫർണസിൽ അങ്ങോട്ട് വീണുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇതിനകത്ത് ഞാൻ അറിയാണ്ട് പൊട്ടിച്ചേർന്നു. റെയിൽ പൊട്ടിച്ചപ്പോൾ ഈ ഏതോ ഹോപ്പറിൽ വീണിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നല്ലെങ്കിൽ കിട്ടി ഗീസ്, ഇതിനകത്തായിരുന്നു. അത് കുഴപ്പമില്ല. ഓക്കെ, കിട്ടി. അപ്പോൾ ഗീസ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഈ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഗീസ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഹോപ്പർ, ഈ ഒരു എക്സ്ട്രാ ഒരു ഹോപ്പർ കൂടി ഉണ്ടാക്കി ഞാൻ വലിയ ആവശ്യത്തിനാണുണ്ട്. ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞാൽ ഗീസ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റെയിലിലെ അറ്റത്ത് ഞാൻ വെച്ചേക്കണം. ഈ റെയിൽ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് വയ്ക്കുക. നമ്മൾ മെയിൻ കാർട്ട് വിത്ത് ചെസ്റ്റ് അങ്ങോട്ടേക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ ഈ അറ്റത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ബ്ലോക്ക് വയ്ക്കുക, വെച്ചിട്ട് ബ്ലോക്ക് വയ്ക്കുക. ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ സെറ്റായി. ഇനി നമ്മൾ വേറെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ റെയിലിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഇത് വയ്ക്കണം, ഒരു ഹോപ്പർ വയ്ക്കണം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ 2 ചെസ്റ്റ് വയ്ക്കണം. ഇനിയുണ്ട് ഈ 2 ചെസ്റ്റ് കൈ പിടിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നേരം അതിൻ്റെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇത് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ കഴിഞ്ഞെന്നാണ് എൻ്റെ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 2 മൈൻ കാർട്ട് ചെസ്റ്റ് ഇതിനകത്തേക്ക് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കോളും. അപ്പോൾ ഗൈസ് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് വർക്കാവുമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഓർക്കാം. ഫസ്റ്റ് വർക്കാവുമെന്ന് നോക്കാം. വർക്കാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ സ്മെൽറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു കുക്കഡ് ചിക്കൻ ഉണ്ട്, അത് ഒരെണ്ണുള്ളൂ. ഞാനിപ്പോൾ എന്ത് വയ്ക്കും ഗൈസ്, ഞാൻ നല്ലതായിട്ട് റോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അല്ല ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് അതിൻ്റെ കൂടെ വുഡായിട്ട് സ്മെൽറ്റ് ചെയ്യാൻ നോക്കാം. ഇതെന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഞാനത് വർക്ക് ചെയ്യണത് നിങ്ങൾ വീഡിയോ ഒന്ന് പോകരുത് ഗൈസ്, പ്ലീസ് പോകല്ലേ. ഞാൻ ഈ സാധനം വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പോകണുള്ളൂ ഇവിടുന്ന്. എനിക്കിത് വർക്ക് ചെയ്യണ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ മോബുകളെ കൊല്ലാം. ചത്ത്, ഇവൻ ചത്ത്. ഈ സോംബിയൊക്കെ എങ്ങനെ വന്നു ഇവിടെ വന്നേ? സോംബിയൊക്കെ എങ്ങനെ വന്ന്? സോംബിയൊക്കെ എങ്ങനെ ഇവനെ കൊല്ലാം? ഓക്കെ, ചിക്കൻ കൊല്ലാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ട് ഗൈസ്, ഇച്ചിരി സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇച്ചിരി കൊണ്ട് ചിക്കനെ കൊല്ലാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ള ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കയറ്റി വയ്ക്കുക, സൂപ്പർ സ്മെൽറ്ററിൽ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കും വെച്ചിട്ട് സ്മെൽറ്റ് ചെയ്യാൻ നോക്കാം. സൂപ്പർ സ്മെൽറ്റർ ആണല്ലോ, ശരിയാക്കി തന്നെയാണ്, വർക്കാവുമെന്ന് നോക്കാം. ഇനിയൊക്കെ പൊട്ടാറ്റോ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടണ്ട, ഇതെല്ലാം തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെസ്റ്റിൽ നമ്മുടെ ഫ്യൂലിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫ്യൂലായിരിക്കും ഇത്. അപ്പോൾ എൻ്റെ ഫ്യൂലെല്ലാം ഈ പുറകിലത്തെ ചെസ്റ്റിലോട്ട് പൊക്കോളും. വരുന്നുണ്ട് ഏസ് നിൽക്ക്. ഞാൻ സാധനം നിർത്തിയാലേ സാധനം ഫ്യൂലാവുള്ളൂ. ഇത് നിർത്ത്. ഇതിനകത്തോട്ടെല്ലാം സ്റ്റിക്ക് വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ കാണുന്ന മൈൻകാട്ടില്ലേ, ഈ മൈൻകാട്ടിലാണ് നമ്മൾ വെക്കേണ്ട നമ്മുടെ നമ്മുടെ കുക്കഡായിട്ടുള്ള കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസിനകത്ത് വെക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കേസിൻ്റെ വർക്ക് അവരുണ്ട് കേസ്. ഇവിടെ ഈ മൈൻകാട്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഇതാക്കണമല്ല. ഫസ്റ്റ് ഇപ്പോൾ ഓണായത്. ഇപ്പോൾ ഓഫായി സാധനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ ഇതിവിടെ വയ്ക്കാൻ പറ്റൂലേ? ഇതെന്താ വയ്ക്കാൻ പറ്റാത്ത? എൻ്റെ മൈൻ കാർഡോടെ പോയി പറഞ്ഞ പോലെ ഈ ഹോപ്പറിലെങ്ങാനും വീണ ഈ സാധനമൊക്കെ. ഇത് ഭയങ്കര നോയിങ്ങാണ്. ഈ മെയിൻ കാർട്ട് ഞാൻ ഇത് പ്രശ്നമാണ്. ഇതിങ്ങനെ വയ്ക്കാൻ പറ്റൂലേ? ഇങ്ങനെ കയറി വരൂലേ ഇതൊന്നും?
ഗൈസ് നന്നായിട്ട് പോവുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് പോകണ്ട. ഞാൻ നിർത്തി വെക്കാം ഗൈസ്. നിർത്തിയിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. ഇതെങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇതെടുത്തിട്ട് ഈ ചെസ്റ്റ് ഇവിടുന്ന് മാറ്റാം. ഈ സാധനം വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നക്കാരൻ ചെസ്റ്റ് എവിടെ പോയി? ചെസ്റ്റിൻ്റെ ഉള്ളിൽ കയറി. ചെസ്റ്റ് എൻ്റെ ഉള്ളിൽ കയറി. ഇനി ഇതെല്ലാം പ്രാവശ്യം ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ കോപ്പർ കൊണ്ട് പൊട്ടിച്ചിട്ട് അത് എൻ്റെ ഇൻവെൻട്രിയിലൊന്നും ഇല്ല. എന്തത് ഈ സഞ്ഞായ പ്രശ്നമാണ് ഇത് സോൾവ് ചെയ്യേണ്ട വരില്ല. ഞാൻ ഏറ്റവും എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു മൈൻകാട്ട് ഒരു ചെസ്റ്റ് വയ്ക്കണം. ഓക്കെ, സെറ്റായി. ഇവിടെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ചെന്നിട്ട് ഇപ്പുറത്ത് ഇവിടെ അടുത്ത് വേറൊരു മൈൻകാട്ട് ഒരു ചെസ്റ്റ് വയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു മൈൻകാട്ട് ഒരു ചെസ്റ്റ് കൂടി വെച്ചിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വയ്ക്കണേക്കാളും മുമ്പ് വയ്ക്കണമെന്നാണ്. എനിക്കൊരു ഹോപ്പർ എടുക്കണം. ഈ ഹോപ്പർ എടുത്തിട്ട് ഞാൻ ക്രൗച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 ചെസ്റ്റ് എടുക്കണം. എന്നിട്ട് ഈ ഹോപ്പറിൻ്റെ മുകളിലൊരു ചെസ്റ്റ് വെക്കണം. ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, ഇതിങ്ങനെ വെക്കണം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലോട്ടേക്ക് പോകണം. അതാണ് എനിക്ക് പറ്റിയത്. തെറ്റി പറ്റിയത്. ഇത് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. നോന്തി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ചെസ്റ്റ് വെക്കട്ടെ. മൈൻകാട്ടത്തെ ചെസ്റ്റ്. ഓക്കെ, ഇനി വന്നിട്ട് ഞാനിത് നിർത്തുകയാണെങ്കിൽ ഇതെല്ലാം സെറ്റായിക്കോളും. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ചെസ്റ്റ് ഈ സൈഡിലോട്ട് നീട്ടി വെക്കണ്ടായിരുന്നേ. ഈ സൈഡിലോട്ട് നീട്ടി വെച്ച് പോയി. എന്നിട്ട് എന്താ വർക്കാവാത്ത? നോക്ക്, ഇതെന്താണ്? എന്താ ഇങ്ങനെ? ഞാൻ പൊട്ടിച്ച് ചെയ്തോക്കട്ടെ. ഇത് പ്രശ്നമാണ്. ഇതെനിക്ക് ദേഷ്യം വന്നിട്ടാ ഗൈസ്. ഈ മിസ്റ്റേക്ക് ഈ സാധനം ശരിയാക്കിയിട്ട് കാണാം. ഇത് ശരിയാക്കാൻ ഇച്ചിരി പണിയെടുക്കും. ഇത് ശരിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. നമ്മുടെ ഇവിടെ ഒരു പവർ റെയിൽ കൂടി പോയിരുന്നില്ല കേട്ടോ. നമുക്ക് അതിനകത്തോട്ട് പോകണ്ട. ഞാൻ ഓർക്കാൻ നോക്കല്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ എല്ലാം മീറ്റൊക്കെ വയ്ക്കുക. എന്നിട്ട് ഇത് വെക്കാം. ഗൈസ് കണ്ട, ഇങ്ങനെയാണ് സൂപ്പർ സ്മെൽറ്റർ തുറക്കണേ. ഒരടിക്ക് എല്ലാം അങ്ങോട്ട് കയറിക്കോളും. ഇനിയിപ്പോൾ നമ്മുടെ മീറ്റ് എല്ലാം ഇങ്ങനത്തൊരു ഒരടിക്ക് വരും. ഒന്നോളം ഗൈസ് ഇവിടെ ഇപ്പോൾ വർക്കായി. എൻ്റെ മീറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായില്ലേ ഗൈസ്? നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ സെറ്റായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. എന്നാൽ ശരി, ബൈ ബൈ.